അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു 2-3 മിനിറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണെങ്കിലും അല്പകാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാമെന്ന് വിചാരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നൊരാൾ ചോദിച്ചു, എൻ്റെ ഏറ്റവും നല്ല സഹവാസത്തിന് കൂടുതൽ അർഹതയുള്ളത് ആരാണ്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഉമ്മ. അയാൾ വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മ. പിന്നെയും നാലാമതും അയാൾ ചോദിച്ചു, പിന്നെ ആരാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ വാപ്പയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ലോകാനുഗ്രഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ചോദ്യത്തിന് 3 തവണ ഉമ്മ എന്നുത്തരം നൽകിയത്? മനുഷ്യനായ ഏതൊരാളും ഭൂമിയിലേക്ക് വരുന്നത് ഒരു സ്ത്രീയുടെ സഹനത്തിൻ്റെ നെറുകയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആ പേര് ആവർത്തിക്കാൻ കാരണം അവൾ അനുഭവിച്ച പകരം വെക്കാനില്ലാത്ത 3 ത്യാഗങ്ങളാണ്. ഒന്നാമത് ആ ഗർഭപാത്രത്തിൻ്റെ ഇരുളിലെ ചുമട് വഹിച്ചത്. 9 മാസം തൻ്റെ ജീവൻ്റെ പാതിയെ സ്വന്തം ഉദരത്തിൽ വെച്ച് നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവൾ സഹിച്ച ആ വേദന. രണ്ടാമത് മരണത്തെ മുഖാമുഖം കാണുന്ന പ്രസവ വേദന. അതാണ് രണ്ടാമത്. തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവൾ കടന്നുപോയ ആ അഗ്നി പരീക്ഷയാണ് രണ്ടാമത്. സഹോദരങ്ങളെ, മൂന്നാമതായി ഉമ്മ സഹിച്ച ത്യാഗമെന്ന് പറയുന്നത് മുലയൂട്ടുന്ന സമയമാണ്. അതായത് തൻ്റെ രക്തം പാലിൻ്റെ രൂപത്തിൽ ആ കുഞ്ഞിന് പകർന്നു നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാലം ഉറക്കമൊഴിഞ്ഞ് രാത്രികൾ കഴിച്ചു കൂട്ടിയത്. ഈ 3 കടമ്പകളിലും ഉപ്പയ്ക്ക് യാതൊരു പങ്കുമില്ല. അവിടെ ഉമ്മ ഒറ്റക്കാണ് വേദനിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഇരട്ടി സ്ഥാനം നൽകിയത്. അതിനർത്ഥം ഉപ്പയുടെ ത്യാഗം ചെറുതാണെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. വെയിലേറ്റും വിയർത്തും നമുക്കായി ഒരു ജീവിതം കെട്ടിപ്പടുത്ത ആ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഒതുക്കി പുറത്ത് കാണിക്കാതെ കഷ്ടപ്പെട്ട ആ വലിയ തണൽമരം, അത് നാലാമതായി ചേർത്ത് പിടിക്കേണ്ട പുണ്യമാണ്. പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധി വേദന സഹിച്ച ആ മാതൃത്വത്തിന് മുന്നിൽ മറ്റെല്ലാത്തിനും 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ വലുതായി പണവും പ്രതാപവും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ നമ്മൾ ഇന്നും ആ പഴയ ചെറുകുട്ടിയാണ്, പഴയ കൊച്ചുകുട്ടിയാണ്. ലോകം മുഴുവൻ നമ്മെ കൈയൊഴിഞ്ഞാലും ഒരു തെറ്റും കാണാതെ നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആ 2 ഹൃദയങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുണ്ടാവുകയുള്ളൂ. അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. കാരണം നാളെ അവരില്ലാത്തൊരു പ്രഭാതം വരുമ്പോൾ ആ നഷ്ടബോധം നികത്താൻ ഈ ദുനിയാവിലെ ഒരു സമ്പത്തിനും കഴിയുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.